ടെക്നോക്കൊറിൻ്റെ കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഓഫീസ് ചെയ്യുന്ന ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലെ വാളായിട്ട് നമ്മൾ വാൾ ഷെൽഫ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലൊരു വാളായിട്ട് വേറൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ CNC കട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഡിസൈൻ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ CNC കട്ടിങ്ങിൻ്റെ പാറ്റേൺ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പുട്ടിയും അതുപോലെ തന്നെ കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് എക്സ്പെൻസ് കുറവാണെങ്കിലും ലേബർ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡല്ല, കുറച്ച് ടൈമും കൂടുതലെടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പാവപ്പെട്ടവന് എങ്ങനെ CNC കട്ടിങ് ചെയ്യാം, അത് നമുക്ക് ഏകദേശം വെള്ളം നനയാത്ത എല്ലാ ഏരിയയിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിച്ചണിലോ അല്ലെങ്കിൽ ബാത്റൂം ഒഴികെ ബാക്കി നമുക്ക് എല്ലാ ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു CNC പാറ്റേൺ കട്ടിങ് ചെയ്യുന്ന രീതിയെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോക്കെ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതിനാണ് ചെയ്തത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ 36 ഇഞ്ചിൽ കൗണ്ടറാണ് വരിക. ആ ഒരു കൗണ്ടറിൻ്റെ മുകളിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ കൗണ്ടറിൻ്റെ മുകളിൽ നമ്മൾ 1 ഫീറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കാണ് CNC ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ CNC ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജിപ്സം ബോർഡ് തന്നെ കേട്ടോ. ജിപ്സം ബോർഡിൻ്റെത് ഇങ്ങനെ ഈ ഒരു അളവിലുള്ള പീസ് ബോർഡ് മുറിച്ചെടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആയിട്ട് 4 പീസായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ടൂൾസൊന്നും ആവശ്യമില്ല. ആക്സോ ബ്ലേഡ്, അതുപോലെ തന്നെ നൈഫ്, പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡ്രില്ലിലൊക്കെ നമുക്ക് സ്റ്റീലാണ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ പറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ബോർഡെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ഫീറ്റ് നീളവും അതുപോലെ തന്നെ 1 ഫീറ്റ് വീതിയിലാണ് മുറിച്ചെടുത്തുള്ളത്. അപ്പോൾ ബോർഡിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ സ്കെയിലിൻ്റെ വീതി കണക്കായിട്ടാണ് ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കണക്കാക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് മാർക്കിംഗ് ഇട്ടു പോകും. അപ്പോൾ നമ്മൾ മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയത് കട്ടിങ് എടുക്കേണ്ടത്. അപ്പോൾ അത് റാൻഡമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഏകദേശം ഇങ്ങനെ നമ്മൾ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ചെയ്യുക. ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നത് നമ്മൾ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ വെച്ചിട്ട് മാർക്കുന്നുണ്ട്. അപ്പോൾ മാർക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ട്രയാങ്കിളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ എല്ലാം കിട്ടും. പിന്നെ ഈ ഒരു മൂല കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്ക്വയർ പൈപ്പും അതുപോലെ തന്നെ ഈ 1 ഇഞ്ച് പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം നമുക്ക് തോന്നുന്നൊരു റാൻഡമായിട്ടുള്ള ഡിസൈനാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ആക്സോ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് പേപ്പർ ഇടേണ്ടി വരും. ഞാനത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് ഷാർപ്പായിട്ട് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അതേ സ്ഥലത്ത് തന്നെ ലൈൻ ഇട്ടിട്ട് ആഴത്തിലേക്ക് മുറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ എഡ്ജൊക്കെ കറക്റ്റ് സ്ക്വയർ 90 ഡിഗ്രി തന്നെ കിട്ടും. അപ്പോൾ ഇനി കട്ട് ചെയ്യുന്ന കാണാം നമുക്ക്. അപ്പോൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്കൈൽ ഉപയോഗിച്ചിട്ട് ആ നേരത്തെ ആ ഒരു മാർക്കിങ്ങിൻ്റെ ലൈനിലെ കൂടി ഇതിങ്ങനെ വരഞ്ഞു പിടിക്കും. അതേ ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം വരയും. അപ്പോൾ നമുക്ക് താഴെ എത്തും. അതുപോലെ തന്നെ എല്ലാ ലൈനും വരഞ്ഞെടുക്കും. വെച്ച് ഇങ്ങനെ താഴ്ത്തി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചു വെച്ചിട്ട് ഈ ലൈനൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം. ഇത് നിങ്ങൾ വിചാരിക്കുക ആക്സോ ബ്ലേഡ് കൊണ്ട് ചെയ്തോളൂ. ആക്സോ ബ്ലേഡ് കൊണ്ട് ജിക്സോണെ കൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഈ എഡ്ജ് സ്ക്വയർ ഉണ്ടാവില്ല. പിന്നെ ഈ പേപ്പർ ഇത്രയും ചെതറിയിട്ട് വരും. നമ്മൾ നൈഫിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെതറാനും ചാൻസ് ഇല്ല. പിന്നെ എഡ്ജെല്ലാം കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഫിനിഷിങ് ഇല്ലാണ്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതും കൂടി കണക്കെടുത്തിട്ടാണ് നമ്മൾ ഈ നൈഫ് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ജിക്സോ കൊണ്ട് കട്ട് ചെയ്യുക. കുറച്ച് പേപ്പർ ഇട്ടിട്ട് ലെവലാക്കാനുള്ള ടൈം കൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് ടച്ചാക്കി വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സംഭവം റെഡിയായി.
എന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ സാധനം കിട്ടും. എഡ്ജ് കറക്റ്റ് ഷാർപ്പ് 90 ഡിഗ്രി തന്നെ കിട്ടും. അതതിൻ്റെ ഗുണം. അതുപോലെ തന്നെ പേപ്പർ അങ്ങനെ ചെതറിപ്പോകില്ല. നമ്മൾ ആ നൈഫ് കറ്റുന്ന ഒരു ഭാഗം ഒഴികെ ബാക്കി കറക്റ്റായിട്ട് തന്നെ കിട്ടും. പേപ്പർ പൊങ്ങി വയ്ക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് വെച്ചിട്ട് അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഒന്ന് അങ്ങോട്ടേക്കോ ഒന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാം ഒരുപോലെ ആകുമ്പോൾ നമുക്ക് അവർ യൂണിഫോമിറ്റി വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇത് വേറെ വേറെ വരുന്ന കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ആ ബോർഡൊന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ മാർക്കിങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് അതേ മാർക്കിങ് തന്നെ അതേ കട്ടിങ് തന്നെ ഈസി ആയിട്ട് എല്ലാത്തിനും കിട്ടും. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈന് നമ്മൾ മാർക്ക് ചെയ്യേണ്ട. ബോർഡർ മാർക്ക് ചെയ്താൽ ആ ബോർഡറിന് കണക്കായിട്ട് തന്നെ മുറിച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു 2 ലൈൻ മാത്രം മാർക്ക് ചെയ്യുക. അങ്ങനെ തന്നെ ഇതും മാർക്ക് ചെയ്യേണ്ട, ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് വരുന്നതും അങ്ങനെ തന്നെ. അത് നമ്മൾ ആ ഒരു ബോർഡറിൽ തന്നെ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ സൈഡ് വരുന്നതും അങ്ങനെ തന്നെ 3 ഭാഗം മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കിയിട്ട് ആക്കിയതിന് ശേഷം നൈഫ് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനത്തും കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജിലൊന്ന് ചെറുങ്ങനെ സ്ക്വയർ ആക്കി കൊടുക്കുക. അതെങ്ങും മുറിയാത്ത ഭാഗമെല്ലാം ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി ടോട്ടൽ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റാണ് ഈ ഒരു സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അതിൻ്റെ നേരെ ബാക്ക് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 3 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ മുന്നേ ചെയ്ത് വെച്ച് നോക്കിയാൽ 3 ദിവസം 3 ആൾക്കാർ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കുറച്ച് ഒരു വട്ടം പണി തന്നെ പറയുന്നത്. എന്തായാലും നമ്മൾ അവർ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ആക്കുമ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. നമ്മളതിന് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പെരിമീറ്റർ വെച്ചതിന് ശേഷം അതിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് അകത്ത് ലൈറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റ് വാളിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് വാളിൽ വെച്ചിട്ട് ഫിക്സ് ആക്കാനാണ് പോകുന്നത്. കാരണം ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് പൊടി പോകും. പിന്നെ ചെറിയ ചെറിയ പ്രാണി, പല്ലി, ചിലന്തികളെല്ലാം പോയിട്ട് അതിൽ കൂടിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിങ്ങനെ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യലൊക്കെ റയറായിട്ട് ക്ലീൻ ചെയ്യലുണ്ടാവും. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ വീടുകൾ പോലെ എന്തായാലും കെയർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഫിറ്റിങ് ഈസിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5-ൻ്റെ പ്ലഗ് ഇട്ടിട്ട് അപ്പോൾ ഒരു സ്ക്രൂ അടിച്ചതിന് ശേഷം ഇവിടെ സ്പിറ്റ് ലെവൽ വെക്കുക. ലെവൽ ചെയ്തിട്ട് അടിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ചരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ മാച്ചാക്കിയിട്ടല്ല വെക്കുന്നത്. നേരെ ഞാൻ പറഞ്ഞ പോലെ മുറിച്ചത് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് മുറിച്ചത്. യൂണിഫോം ആയിട്ടുള്ള ഒരു രീതിയിനെക്കാട്ടി നല്ലത് ഇങ്ങനെ മാറ്റമുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ ഐഡിയ പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് ബ്ലാക്ക് അടിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ സെറ്റാക്കിയാൽ മതി. എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് വരും. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് പ്രൈമർ അടിച്ചതിന് ശേഷം വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ബിസ്ക്കറ്റ് കളർ അടിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റോ കാര്യങ്ങളോ അടിക്കാതെ. ഏതായാലും ഇവിടെ വൈറ്റ് തന്നെയാണല്ലോ വരേണ്ടത്. അപ്പോൾ നമ്മൾ അവസാനത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരികയെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് 17 രൂപയോ ബോർഡിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ വാങ്ങിയിട്ട് സ്വയം ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അത്രയേ വരും. അപ്പോൾ നമുക്ക് ഇത് ഒരു ബോർഡ്, അതായത് 34 രൂപയ്ക്ക് ഈ ഒരു പീസ് കിട്ടും. നമ്മൾ CNC കട്ടിങ് ചെയ്യുന്നതാണെങ്കിൽ CNC കട്ടിങ്ങിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ ചാർജ് മാത്രം ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപ വരും. അപ്പോൾ 300 രൂപയ്ക്ക് നമുക്ക് 300 രൂപ വേണ്ട, ഏകദേശം 140 രൂപയ്ക്ക് ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 500 രൂപയാണെങ്കിൽ സ്ക്രൂവും ബോർഡും എല്ലാം ചെയ്ത് 24 സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്വയം ചെയ്തെടുക്കുന്നതാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നീട് ഇതിൻ്റെ മുകളിൽ വേണ്ടത് ലൈറ്റായിട്ട് ഒരു പുട്ടി ഇട്ടെടുക്കണം. ഒറ്റ ഒരു കോട്ട് മതിയോ, നൈസ് ഒരു കോട്ട് ഇട്ടിട്ട് പേപ്പർ ഇട്ട് പ്രൈമർ അടിച്ച് നേരിട്ട് പെയിൻറ്റ് അടിക്കാൻ മതി. കളർ അടിക്കുന്നുണ്ട്, വൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ 2 കോട്ട് പുട്ടി ഇടേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.